നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ദേവദാസി സെലിൻ കണ്ണനായ്ക്കലിനെയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള ഊർസലേൻ സഭയുടെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. ഇനി സിസ്റ്ററിന്റെ ജീവിത കാഴ്ചകളിലേക്ക്. ദേവദാസി മരിയ സെലിൻ കണ്ണനായ്ക്കൽ തൃശൂർ രൂപതയിലെ കുണ്ടന്നൂർ കണ്ണനായ്ക്കൽ കുടുംബത്തിൽ പൊറിഞ്ചു പ്ലമേന ദമ്പതികളുടെ മകളായി 1931 ഫെബ്രുവരി 13 സെലീന എന്ന സിസ്റ്റർ മരിയ സെലിൻ ജനിച്ചു. ഉർസുലേൻ സഭയിൽ ചേർന്ന സിസ്റ്റർ സെലിൻ 1957 ജൂൺ 20 വ്രതവാഗ്ദാനം നടത്തി. 1957 ജൂലൈ 25 സിസ്റ്റർ സെലിൻ ഇഹലോകവാസം വെടിഞ്ഞു. 2007 ജൂലൈ 29 സിസ്റ്റർ മരിയ സെലിൻ ദേവദാസിയായി പ്രഖ്യാപിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഈ കോൺവെന്റിന്റെ കൂടെ ഇവിടെ സ്കൂളും ഉണ്ട് അല്ലേ? അതായത് ഈ ഓർസ്ലൈൻ സിസ്റ്റേഴ്സിന്റെ ഇവരുടെ ഒരു ബേസിക് മിഷൻ വിദ്യാഭ്യാസമായിരുന്നു. ഈ കോൺഗ്രിഗേഷൻ തുടങ്ങുന്ന സമയത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പം മറ്റു പല മിഷൻ ആക്ടിവിറ്റീസും ഇവർ ചെയ്യുന്നുണ്ട്. സിസ്റ്റർ സെലിനെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ഈശോയുടെ ഈ തിരുമുറിവുകളൊക്കെ ചിലരെ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഫ്രാൻസിസ് അസീസിക്ക് ഉണ്ടായിരുന്നു, പാദ്രെ പിയോയ്ക്ക് ഉണ്ടായിരുന്നു. സിസ്റ്ററിന് അങ്ങനെ ഒരു പഞ്ചശതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകുമായിരുന്നു. വളരെ കുഞ്ഞായിരിക്കും, നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രായമായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോയി മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും, ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിക്കും. ഇത് കോൺവെൻറ്റിൽ വന്നു കഴിഞ്ഞു. ഇവിടെയാണ് സിസ്റ്റർ കന്യാസ്ത്രീ ആകാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷേ കുഞ്ഞായിരിക്കും ഇത്രയും പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും എനിക്ക് സിസ്റ്റർ ആവണം, മടത്തി പോകണം അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഈശോയോട് ഭയങ്കര, എനിക്ക് ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ ഒത്തിരി അങ്ങോട്ട് ആഴപ്പെടണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഒരു തിരിയായിട്ട് ഉരുകി ഈശോയ്ക്ക് വേണ്ടി തീരണം, ഇങ്ങനെയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പറയുമായിരുന്നു. 26 വയസ്സ് വരെ സിസ്റ്റർ ജീവിച്ചിരുന്നുള്ളൂ. മഠത്തിലെത്തി പ്രഥമ വ്രതവാഗ്ദാനം കഴിഞ്ഞ് 35-ാം ദിവസം സിസ്റ്റർ ഈശോയുടെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അപ്പം സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം വളരെ എടുത്തു പറയത്തക്ക കാര്യമാണ്. അത് മാത്രമല്ല, ധാരാളം സുഹൃത്തുക്കൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സിസ്റ്റർ താമസിച്ചിരുന്ന മുറി, മഠത്തിൽ ചേർന്ന് കഴിഞ്ഞ് ആ താമസിച്ചിരുന്ന ആ മുറിയുണ്ട്. ആ മുറിയിൽ ഒരുപാട് ഒരു ദിവ്യ അനുഭവങ്ങൾ സിസ്റ്ററിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ കബറിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്കതെല്ലാം കാണാം. കോൺവെന്റൊക്കെ ഇഷ്ടമായോ? സിസ്റ്റർ സെലിൻ എവിടെയാണ് ജനിച്ചതെന്നറിയാവോ? ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. സിസ്റ്ററിൻ്റെ ഇടവക കുണ്ടന്നൂർ. വീട്ടിൽ 6 മക്കളുണ്ടായിരുന്നു. 2ാമത്തെ ആളായിരുന്നു സിസ്റ്റർ സെലിൻ. 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. അപ്പച്ചൻ്റെ പേര് ഫ്രാൻസിസ്, അമ്മ ഫിലോമിന. അവരുടെ വിളിപ്പേര് പൊറിഞ്ചു എന്നും പ്ലമേന എന്ന നാട്ടിൽ അറിയപ്പെടുന്ന പേരങ്ങനെയായിരുന്നു. അവർ കർഷകരായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടിലൂടെ വളർന്നു വന്ന ഒരാളായിരുന്നു സിസ്റ്റർ. പിന്നെ സിസ്റ്ററിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഈ ആദ്യ കുർബാന സ്വീകരിച്ചവരാണല്ലോ. ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മളെങ്ങനെ, സാധാരണ നമ്മൾ കാറ്റഗിസം പഠിക്കുന്ന കൂടാതെ നമ്മൾ ചില സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലാൻ സിസ്റ്റേഴ്സ് പറയത്തില്ലേ? എന്നിട്ട് സുഹൃത ജപങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് അതെന്താ പറയുന്നത്? അത് ആർക്കും അത് സമർപ്പിക്കുന്ന സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലിയിട്ട്? ഉണ്ണീശോയ്ക്ക് മാല അല്ലേ, അങ്ങനെ പറയത്തില്ലേ, ഷൂസ്. അപ്പം ഇതുപോലെ ഇങ്ങനെ നിഷ്ഠ വെച്ച് ഒത്തിരി സുഹൃദയവങ്ങൾ ചൊല്ലുമായിരുന്നു. അതുകൂടാതെ ഒത്തിരി ത്യാഗപ്രവർത്തികൾ. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കും, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇതാരും പറഞ്ഞിട്ടല്ല, തനിയെ തന്നെ ഒത്തിരി ഇങ്ങനെ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കും. അപ്പം വീട്ടിലെ ഒരു രീതിയാണെന്ന് വെച്ചാൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുമേ നിൽക്കണം. ഈ സെലിൻ 2ാമത്തെ ആളെന്നല്ലേ പറഞ്ഞത്. അപ്പം സെല്ലിൻ്റെ തൊട്ട് താഴെ ഒരാളുണ്ട്, ജോസ്. അപ്പം ഏറ്റവും കുഞ്ഞുവാവ അന്നേരം തൊട്ടിൽ കിടക്കുമായിരുന്നു. അപ്പം ഈ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുരിശുവരയുടെ സമയത്ത് തൊട്ടിൽ കിടക്കുന്ന വാവേനെ കൊണ്ടുവന്ന് ഈ പായിൽ നിലത്ത് കിടത്തും. അപ്പോൾ ഈ ജോസ് ചോദിച്ചു, അമ്മേ എന്തിനാ അമ്മേ ഈ കുഞ്ഞുവാവേനെ ഇങ്ങനെ തൊട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു? അപ്പോൾ സെലിൻ ചാടി പറഞ്ഞു, ഈശോ നോക്കുമ്പോൾ തൊട്ടിലിൻ്റെ തുണിയിൽ കുഞ്ഞുവാവെ കാണാൻ പറ്റത്തില്ല, മറിഞ്ഞിരിക്കും. ഈശോയ്ക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാവനെ കൊണ്ടുവന്ന് പായെ കിടത്തുന്നതെന്ന്. അങ്ങനെ എന്ത് പറഞ്ഞാലും അതെല്ലാം ഇങ്ങനെ ഈശോയോട് എല്ലാം ഈശോയ്ക്ക് ഇഷ്ടം, അല്ലെ ഈശോയോട് ചേർത്തായിരുന്നു സെലിൻ എല്ലാം കാണുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു.
ഒരു ദിവസം അമ്മ നോക്കുന്ന ഉടനെ ഈ കുറേ നേരമായിട്ട് മാറാതെ നമ്മുടെ സെല്ലിന് ഇങ്ങനെ മുട്ടുകുത്തി കൈ വിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മ വന്നിട്ട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് കൈ കഴിക്കുന്നില്ല, നീ എന്തിനാ ഇങ്ങനെ നിന്ന് ഇത്രയും നേരം ഇങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? അപ്പം ഇങ്ങനെ പറയും, അമ്മ പറഞ്ഞിട്ടില്ലേ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഈശോ കുരിശിൽ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്നത്. ഞാനപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോ ഒത്തിരി നേരമായിട്ട് മടുത്തില്ലേ, അപ്പം ഈശോയ്ക്ക് ഇനി അല്പം നേരം വിശ്രമിക്കാനായിട്ട് ഈശോ കൈ താത്തിട്ട് ഈശോയ്ക്ക് പകരം ഞാനിങ്ങനെ കൈവിരിച്ച് നിന്നോളാം, അപ്പോൾ ഒരാത്മാവ് പോലും നരകത്തിൽ പോകത്തില്ലല്ലോ. അപ്പോൾ ആ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എല്ലാവരും ഈശോയെ സ്നേഹിക്കണം, എല്ലാവരും സ്വർഗത്തിലെത്തണം, അത്രയും ഒരു ആഗ്രഹം അത് ഈശോ ആയിട്ട് തന്നെ കുഞ്ഞു സെല്ലിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, നന്നായിട്ട് പാടും, അസലായിട്ട് പാടും. ചെറുപ്രായത്തിൽ തന്നെ പാട്ടൊക്കെ എഴുതുമായിരുന്നു. ഒരു ദിവസം അമ്മ നോക്കുമ്പോൾ മരത്തിൻ്റെ ചോട്ടി ഇരുന്നു ബുക്കിൽ പാട്ട് എഴുതിയിട്ട് സെല്ലിൻ തന്നെ ട്യൂണിട്ട് ആ പാട്ട് പാടുമായിരുന്നു. പഠിക്കാൻ ഭയങ്കര മിടുക്കായിരുന്നു. പഠിക്കുമ്പോൾ ബാക്കിയുള്ളവർ പഠനത്തിൽ സഹായിക്കും, പെൻസിലും അവർക്ക് പഠനോപകരണങ്ങളൊക്കെ വേണമെങ്കിൽ അതും എല്ലാം കൊടുത്ത് ഒത്തിരി മറ്റുള്ളവരോട് ഭയങ്കര ഒരു കൺസേൺ, പരിഗണനയും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു സിസ്റ്റർ സെല്ലിൻ. പിന്നെ വീട്ടിലെ ഒരു ഇതാണ്, കുർബാന മുടക്കത്തില്ലായിരുന്നു. അപ്പച്ചനും അമ്മയിൽ നിന്നാണല്ലോ നമുക്ക് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ബാലപാഠങ്ങൾ കിട്ടുന്നത്. അപ്പം കുർബാനയ്ക്ക് പോകാം, ആൺകുട്ടികളൊക്കെ പള്ളിയിൽ ഓൾട്ടർ ബോയ്സ് ആണ്, കുർബാന സ്വീകരണം കഴിഞ്ഞ് ഓൾട്ടർ ബോയ്സ് ആണ്, പെൺകുട്ടികളും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകണം എന്നുള്ളതായിരുന്നു. അപ്പം പിന്നീട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറേ കിലോമീറ്റേഴ്സ് നടക്കണം. അപ്പം സെല്ലിൻ തന്നെ നേതൃത്വം എടുക്കും, കൂട്ടുകാരികളോട് പറയും നമുക്ക് ജപമാല ചൊല്ലി പോകാമെന്ന് പറയും. എന്നിട്ട് സെല്ലിൻ തന്നെ നേതൃത്വം കൊടുത്ത് ജപമാല ചൊല്ലും, അല്ലെങ്കിൽ സുഹൃദേവം ഉരുവിട്ടുകൊണ്ട് പോകും. അതായത് സെല്ലിൻ്റെ സാന്നിധ്യം ഭയങ്കര ഒരു സന്തോഷം കൊടുക്കുമായിരുന്നു ബാക്കിയുള്ള ആളുകൾക്ക്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ജീവിതത്തിനുടമയായിരുന്നു സിസ്റ്റർ മരിയ സെല്ലിൻ. സിസ്റ്റർ സെല്ലിൻ താമസിച്ചിരുന്ന മുറിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മുകളിലാ മുറി. ഇത് സിസ്റ്ററിൻ്റെ മുറി. ഇത് സിസ്റ്റർ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. ഈ മുറിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഈ സിസ്റ്റർ സെല്ലിൻ കോൺവെൻറ്റിൽ ചേർന്ന് പ്രഥമ വാഗ്ദാനം കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതായത് ഈ നോവിഷ്യേറ്റ് കാലമുണ്ട്, അതായത് ഒരു സന്യാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അവരെ ശരിക്കും അവരിൽ എത്രത്തോളം അനുസരണമുണ്ട്, അവരുടെ എന്താ പറയുക, ഇത് എത്രത്തോളം അർപ്പണം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ആ സമയത്ത് ഇവർക്ക് നോവിസ് മിസ്ട്രസ് ഉണ്ട്, ഗുരുത്തിയമ്മ എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ പരിശീലനത്തിലായിരിക്കും ആ ഒരു വർഷം. വളരെ കർശനമായ ചില നിർദ്ദേശങ്ങളിലൂടെ ഇവരെ കൊണ്ടുപോകും. സാധാരണ നൊവിഷ്യേറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. പക്ഷേ സിസ്റ്റർ സെല്ലിനെ സംബന്ധിച്ച് അത് 2.5 വർഷം വരെ പോയി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഗവൺമെൻറ് വന്നു കഴിഞ്ഞു. നമുക്കറിയാം ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോഴത്തേക്ക് ഒരു ശത്രുവുണ്ട് നമുക്കില്ലേ, അതിനെ തടയിടുന്ന അതാരാ? സാത്താൻ അല്ലേ. അപ്പം ഈ സിസ്റ്റർ ഇങ്ങനെ ഒരുപാട് ത്യാഗം എടുത്ത് വേദനകളൊക്കെ സഹിച്ച് പ്രാർത്ഥിക്കുമ്പം അത് ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാളും സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വലിയ ശക്തിയാണ്. അപ്പോൾ ഈ സമയത്ത് പിശാച് പല വിധത്തിൽ സിസ്റ്ററിനെ ഉപദ്രവിക്കുന്നതായിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ ഈ സിസ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് സിസ്റ്ററിന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പീഡകളും വേദനകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൂടെയുള്ള സിസ്റ്റേഴ്സിന് പേടിയായി. അപ്പോഴത്തേക്ക് അപ്പം അന്നത്തെ മദർ സിസ്റ്റർ സ്റ്റെഫാനിയ സിസ്റ്റർ ഒരു യൂറോപ്യൻ മിഷണറിയാണ്. അപ്പം ആ മദറിന് ഭയങ്കര ഇതെന്താണ് സത്യം എന്നുള്ളത് അറിയണം. അപ്പോൾ 2 വിഭാഗമുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു ഇത് ശരിയാവത്തില്ല, സെല്ലിനെ തിരിച്ച് വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. വേറെ കൂട്ടർ പറഞ്ഞില്ല, അത് സിസ്റ്ററിന് ശരിക്കും ഒരു ദൈവാനുഭവമുള്ള സിസ്റ്ററാണ്. അപ്പം മദറിന് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിലെന്താ സത്യം, സിസ്റ്ററിന് ശരിക്കും ഈശോയാണ് സിസ്റ്ററിലൂടെ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും തടസ്സം നിൽക്കരുത്, ദൈവഹിതം പൂർണ്ണമായിട്ട് നിറവേറണം. അങ്ങനെ ഇപ്പം മദർ ഒരു തീരുമാനം എടുത്തു. ഈ നോവിഷ്യേറ്റിലായിരിക്കുന്ന ബാക്കിയുള്ള സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ റൂമിലേക്ക്, ഇത് മദറിൻ്റെ റൂമായിരുന്നു, ഈ റൂമിലേക്ക് സിസ്റ്റർ സെല്ലിനെ താമസിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് സിസ്റ്ററിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ സിസ്റ്റർ സെല്ലിൽ നടക്കുന്ന അനുഭവങ്ങൾ അതിൽ ശരിയും തെറ്റും സിസ്റ്ററിന് തിരിച്ചറിയണം. 2, ഈ സിസ്റ്റർ സെല്ലിന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. അത് ആ സമയത്ത് ഒരു ദൈവഹിതപ്രകാരമാണ് ഈ സഹനങ്ങളെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് സിസ്റ്റർ സെല്ലിനെ താങ്ങി നിർത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ റൂമിലായിരിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ. പിന്നെ സിസ്റ്റർ സെല്ലിന് ഏറ്റവും അധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു സെയിൻ്റാണ് കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ പുണ്യവതി അറിയത്തില്ലേ? കൊച്ചു ത്രേസ്യയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊച്ചു സുഹൃതങ്ങൾ ചെയ്ത് വിശുദ്ധയായ
കന്യാസ്ത്രീയാണ്. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് തുണ്ട് പേപ്പർ നിലത്ത് കിടക്കുവാണെങ്കിൽ അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുമ്പോൾ പറയും, ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് ചെയ്യുന്നു. അങ്ങനെ ഈ കൊച്ചു ത്യാഗങ്ങളും കൊച്ചു കൊച്ചു സുഹൃതങ്ങളും അത് മുഴുവൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു ത്രേസ്യ ദർശനത്തിൽ വരും, കൊച്ചു ത്രേസ്യ നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. ഈശോ ദർശനത്തിൽ വന്ന് പ്രത്യേകമായിട്ട് സിസ്റ്ററിന് ശാരീരിക പീഡകളും വേദനകളും ഉണ്ടായത് മുഴുവൻ സമർപ്പിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കാനായിരുന്നു ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ ഈ സിസ്റ്ററിൻ്റെ ഉള്ള അനുഭവങ്ങൾ ശരിയോ തെറ്റോ എന്നൊക്കെ വിവേചിക്കാനുള്ളൊരു സമയം കൊണ്ടാണ് സാധാരണ നൊവിഷ്യേറ്റ് കാലഘട്ടം 2 ആണെങ്കിൽ സിസ്റ്ററിന് 2.5 വർഷം എടുക്കേണ്ടി വന്നത് ഇത് കാരണമായിരുന്നു. അപ്പോൾ ആ മദർ സ്റ്റെഫാനിയോ ശരിക്കും അടുത്ത് നിന്ന് സിസ്റ്റർ സെലിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. സിസ്റ്റർ ഈ സമയത്ത് സിസ്റ്ററിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു സുക്കോളച്ചൻ. അദ്ദേഹം ഒരു ജസ്യൂട്ട് മിഷണറി ആയിരുന്നു. ആ സമയത്ത് കോഴിക്കോട് രൂപതയുടെ മെത്രാനായിരുന്നു പത്രോണി പിതാവ്. അദ്ദേഹവും ഒരു ജസ്യൂട്ട് ബിഷപ്പായിരുന്നു, ജസ്യൂട്ട് സഭാംഗമായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടിയായിരുന്നു. അപ്പോൾ ഒത്തിരി സിസ്റ്ററിന് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു വിവേചിക്കാൻ വേണ്ടിയിട്ട് ഇവർ കടുത്ത സഹനങ്ങളിലൂടെ സിസ്റ്ററിന് പോകേണ്ടി വന്നിട്ടുണ്ട്. ആദ്യമൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം മനസ്സിലായ ഒരു കാര്യം, അപ്പോൾ സുക്കോളച്ചനാണ് ഏറ്റവും അധികം സിസ്റ്ററിനെ മനസ്സിലാക്കിയിരുന്നത്, പിന്നെ മദറും. അപ്പം സുക്കോളച്ചൻ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു കാര്യം ഇപ്പം ദർശനങ്ങൾ ആരാ കൊടുക്കുന്നത്, ഈശോയിൽ നിന്നാണോ അതോ സാത്താനിൽ നിന്നാണോ, ഇതിലേതാ സത്യം? ഇതായിരുന്നു എല്ലാവരുടെയും കൺഫ്യൂഷൻ. അപ്പോൾ സുക്കോളച്ചൻ ഇങ്ങനെ പറയുമായിരുന്നു, ഒന്ന് സിസ്റ്ററിൻ്റെ അനുസരണം, അധികാരികൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കും, അത് ഏറ്റവും വലിയ സുഹൃതമാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, സിസ്റ്ററിന് ദർശനം കൊടുക്കുന്ന ആരാണെങ്കിലും സിസ്റ്റർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നല്ല കാര്യങ്ങളാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നഷ്ടപ്പെട്ടു പോകുന്നവരെ ഈശോയിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നല്ല കാര്യങ്ങൾ. അതിൽ നിന്ന് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടെന്ന് അച്ഛന് വളരെ ബോധ്യമായിരുന്നു. അപ്പം കോൺവെൻറ്റിൽ ആകെ ഉണ്ടായിരുന്നത് 3 വർഷമാണ്. 1.5 വർഷം ഈ മുറിക്കുള്ളിലാണ് താമസിച്ചത്. ആദ്യത്തെ 1.5 വർഷം അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് സിസ്റ്റർ മരിക്കുന്ന 26ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ ഒരു മുഴുവൻ വേദനയും സങ്കടങ്ങളും നമുക്കൊക്കെ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര വിഷമാവും അല്ലേ? എന്നിട്ട് പറയും, ഈശോയെ എന്താ എനിക്കിങ്ങനെ വന്നത്? അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിരിക്കും, അപ്പയ്ക്കും അമ്മയ്ക്കായിരിക്കും, നമുക്കായിരിക്കും, നമ്മളൊക്കെ ഒത്തിരി പരാതി പറയുന്ന ആൾക്കാരാണ്. പക്ഷെ സിസ്റ്റർ സെല്ലിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക, നമുക്കുണ്ടാകുന്ന സങ്കടവും ദുഃഖവും പീഡയും വേദനയും മുഴുവൻ നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അത് പ്രാർത്ഥനയാക്കി ഈശോയ്ക്ക് സമർപ്പിക്കണം, ആത്മാക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഇത് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ ബ്രിജിറ്റ് മൊറേലോ. അതായത് നമ്മളിപ്പം സിസ്റ്റർ സെല്ലിൻ അംഗമായിരിക്കുന്ന ഉർസലൈൻ സഭാംഗം, അതായത് ഉർസലൈൻസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് കോൺഗ്രിഗേഷൻ്റെ മുഴുവൻ പേര്. അതിൻ്റെ സ്ഥാപകയാണ്. 1649 ഇറ്റലിയിലാണ് ഈ കോൺഗ്രിഗേഷൻ രൂപം കൊള്ളുന്നത്. നമ്മളിപ്പം നിൽക്കുന്ന പ്രൊവിൻഷ്യൽ ഹൗസാണ്, പക്ഷേ ഇന്ത്യയിലെ മദർ ഹൗസ് കൂടിയാണിത്. ഇനിയേ നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാൻ ഒരു കാര്യമുണ്ട്. സിസ്റ്റർ സെല്ലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നൊരു സ്ഥലമാണ്. സിസ്റ്ററിൻ്റെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധമുണ്ട് ഈ സ്ഥലത്തിന്. അതൊരു സർപ്രൈസ്, അവിടെ ചെന്നിട്ട് കാണാവേ. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കാറ്റാടി മരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? അപ്പം സിസ്റ്റർ കോൺവെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അന്ന് ശരിക്കും ഈ കെട്ടിടമൊന്നും അല്ലായിരുന്നു, ഒരു ഉയർന്ന പാറയുടെ പൊക്കത്തായിരുന്നു ഈ ശരിക്കും കോൺവെൻ്റ് ആയിരുന്നത്. അപ്പം ഈ കടലും ഈ കാറ്റാടി മരവും ഇതൊരു പ്രത്യേക ഒരു നല്ല കാഴ്ചയല്ലേ? അപ്പോൾ സിസ്റ്റർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ മരത്തിൻ്റെ അവിടെ ഒന്ന് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ മുകളിലേക്ക് ആ ദൃഷ്ടി ഇങ്ങനെ ഉറപ്പിച്ചിട്ട് എന്തോ ദർശനം കാണുന്ന പോലുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ആദ്യം ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ എല്ലാവരും ഇതെന്താ ഇതെന്നുള്ള രീതിയിൽ പലപ്പോഴും സംശയത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അപ്പം മദറിന് ഇത് വിവേചിക്കാനോട്ട് പറ്റുന്നുമില്ല. അപ്പോൾ അന്ന് കോഴിക്കോട് രൂപത മെത്രാനായിരുന്ന ഒരു ജസ്യൂട്ട് ആയിട്ടുള്ള ബിഷപ്പ് ആൽദോ മരിയ പത്രോണി, അപ്പോൾ പിതാവിനായിരുന്നു ഇവിടുത്തെ ചുമതല. ലാറ്റിൻ ഇതിൻ്റെ കീഴിലുള്ളതാണ് പിതാവ്. അങ്ങനെ പിതാവിൻ്റെ അടുത്ത് മദർ സ്റ്റെഫാനിയെ ചെന്ന് ഇതെല്ലാം പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് സിസ്റ്റർ സെല്ലിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു ലീനസ് മരിയ സുക്കോളച്ചൻ ഇതണക്ക് ജസ്യൂട്ട് ഫാദർ ആയിരുന്നു. മിഷണറി ആയിട്ട് ഇവിടെ വന്നത് ഒത്തിരി മലയോര കർഷകർക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അച്ഛനാണ്.
അച്ഛൻ നല്ല ഒരു ആധ്യാത്മിക നിറവുള്ള ഒരു അച്ഛനും കൂടിയായിരുന്നു. അപ്പം അച്ഛനിത് അറിയായിരുന്നു. ഈ കുമ്പസാരക്കാരനായിരുന്നത് കൊണ്ട് സിസ്റ്റർ സെല്ലിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധിയെക്കുറിച്ച് അച്ഛൻ അറിയായിരുന്നു. അപ്പം ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിൽ ഒരു പരിധി കൂടുതൽ അങ്ങനെ അച്ഛന് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞുള്ളൊരു സമയം സിസ്റ്റർ സെല്ലിൻ ഇതുപോലെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാണ്. അപ്പം ഇത് ഈ സിസ്റ്ററിലുള്ള ഈ ആധ്യാത്മിക ചൈതന്യം ശരിയാണോ എന്നറിയാൻ സിസ്റ്റർ ചില സമയത്ത് ഈ പീഡാനുഭവ വേദനകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ സിസ്റ്റർ ഒരു ഹിസ്റ്റീരിയ പേഷ്യൻ്റ് ആണെന്നുള്ള രീതിയിൽ പലരും പറഞ്ഞായിരുന്നു, ഇതൊരു രോഗമാണെന്നുള്ള രീതി. അപ്പം അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാൻ വേണ്ടി ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു. പല ഡോക്ടേഴ്സ് സിസ്റ്ററുമായിട്ട് സംസാരിച്ചു, പരിശോധിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സിസ്റ്റർ ഒരിക്കലും ഒരു പേഷ്യൻ്റ് അല്ല, ഹിസ്റ്റീരിയ അങ്ങനത്തെ ഒരു അസുഖവും സിസ്റ്ററിനില്ല, സിസ്റ്റർ വളരെ നോർമലായിട്ടുള്ള ഒരാളാണെന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തു. അതേസമയം ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു സിസ്റ്റർ ആരിൽ നിന്നോ ദർശനവും സന്ദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട്, അതാരാണെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയത് എങ്ങനെയായിരുന്നു? സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞില്ലേ, എന്നിട്ട് ടീച്ചറാകാനുള്ള പഠനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചറാകാൻ അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചിരുന്നത് രൂപതയിലുള്ള സ്കൂളിൽ ജോലി കിട്ടുമെന്നായിരുന്നു. പക്ഷെ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഈ സമയത്ത് വീട്ടിലെ കടുത്ത ദാരിദ്ര്യമാണ്, മിക്ക ദിവസവും ഭക്ഷണമില്ല. ഇതിനകത്തൂടെ എല്ലാം ഈ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയാണ് ഇവരെല്ലാം സ്കൂളിൽ പഠിച്ചതും വളർന്നതും എല്ലാം. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വർഗീസ് തയ്യൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ വഴി കൂരാച്ചുണ്ട് സെൻറ്റ് തോമസ് എൽ പി സ്കൂളിൽ സിസ്റ്ററിന് ജോലി കിട്ടുക. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഒരു മോഡൽ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ കന്യാസ്ത്രീ ആകാനുള്ള ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ പറഞ്ഞു നീ, അപ്പോൾ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് എതിരൊന്നുമില്ല. അമ്മ ഇത് അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നീ എന്നതായി പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ജോസും നീയും പഠിച്ചു, നിങ്ങൾ ജോലി ചെയ്ത് കുടുംബം പോറ്റു എന്നുള്ളതായിരുന്നു, കൃഷിയും നമുക്കങ്ങനെ വരുമാനം ഒന്നുമില്ലെന്ന് നിനക്കറിയത്തില്ലേ. അപ്പോഴത്തേക്ക് സിസ്റ്റർ സെല്ലിൻ പറഞ്ഞു അപ്പച്ച എൻ്റെ ദൈവവിളി ഇതാണ്, ശരി ഒരു കാര്യം ചെയ്യും, ജോസിന് ജോലി കിട്ടുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാം. പക്ഷേ ഇതിങ്ങനെ പോകുന്തോറും വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജോസിന് ജോലി കിട്ടുന്നു, പ്രശ്നങ്ങൾ മാറാതെ തന്നെ ഞാൻ മടത്തി പോവുകയാണ്, എന്നാലേ ഇതിനെല്ലാം ഒരു തീരുമാനമാവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ മടത്തി പോകുന്നതിന് മുമ്പ് അമ്മ പ്ലമേന ഒരു കാര്യം പറഞ്ഞു, നീ എന്തിനാ മടത്തി പോകുന്നത്? നീ മടത്തി പോകുന്ന ഒരു കാര്യം ഓർക്കണം, നിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ടാണ് നീ മടത്തി പോകുന്നതെങ്കിൽ നീ പോകണ്ട, മറിച്ച് ഈശോയുടെ ഇഷ്ടവും ഈശോയുടെ ഹിതവും പൂർത്തിയാക്കാനായിട്ടായിരിക്കണം നീ മടത്തിച്ചേരേണ്ടത്. അപ്പോൾ പറയാൻ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഏത് കോൺഗ്രിഗേഷനിൽ ചേരണം എന്നൊരു ചിന്ത വന്നപ്പോഴത്തേക്ക് ഈശോയുടെ പീഡാസഹനത്തോട് ഭക്തിയുള്ള കോൺഗ്രിഗേഷൻ വേണം. അങ്ങനെയാണ് ഊർസുലൈൻസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നുള്ള ഈ കോൺഗ്രിഗേഷനിൽ അംഗമായിട്ട് സിസ്റ്റർ വരുന്നത്. 3 വർഷമാണ് സിസ്റ്റർ ഈ കോൺവെൻറ്റ് താമസിച്ചിട്ടുള്ളൂ. 3-ാം വർഷം ജൂലൈ 25-നാണ് സിസ്റ്റർ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് ഇവിടെ ബർണശ്ശേരി കത്തീഡ്രലാണ് സിസ്റ്ററിനെ മറവ് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ കാനനൈസേഷൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ചാപ്പലിൽ സിസ്റ്ററിൻ്റെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിസ്റ്ററിൻ്റെ എളിമയും അനുസരണവും സന്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇത്രയും കടുത്ത പരീക്ഷണങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ പോകുമ്പോഴും, കാരണം ഈ ഈശോയുടെ പീഡാനുഭവങ്ങൾ ഒരാളുടെ ശരീരത്തിൽ അനുവദിക്കുക അതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിനോട് പൂർണ്ണമായി സഹകരിച്ച് അവിടെ മുഴുവൻ കറക്റ്റ് ചെയ്യപ്പെടുന്നത് അധികാരികളിലൂടെയാണ്. അപ്പോൾ അധികാരികളോട് ആ ഒരു അനുസരണവും വിധേയത്വം ഉണ്ടെങ്കിലാണ് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ഹിതം ഇയാളിലൂടെ പൂർത്തിയാക്കപ്പെടുന്നത്. അതിന് ആ ഒരു അനുസരണത്തിൻ്റെ കാര്യത്തിൽ സിസ്റ്ററിന് വിജയിക്കാനായിട്ട് സാധിച്ചു. അത് ആ ഒരു പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും കർത്താവിന് ഇങ്ങനെ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ, തോന്നുന്നില്ലേ അങ്ങനെ? അപ്പോൾ ഈശോയുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്ക് എന്ത് വേണം? ഈശോയായിട്ട് അടുപ്പം വേണം അല്ലേ? അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് മടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയോട് പറയണം, ഈശോ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല ലയിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു ഗ്രേസ് എനിക്ക് തരണേ എന്നൊക്കെ നമ്മൾ ചോദിക്കുമോ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ. ഇത് സിസ്റ്റർ ലിസ സെബാസ്റ്റ്യൻ കോനന്താനം, നമ്മുടെ സിസ്റ്റർ സെല്ലിൻ്റെ കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ പോസ്റ്റ്ലേറ്റർ ആയിരുന്നു സിസ്റ്റർ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. ഞങ്ങൾ ഇങ്ങനെ സിസ്റ്റർ സെല്ലിൻ്റെ ജീവിതം ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ പോസ്റ്റ്ലേറ്റർ എന്ന നിലയിൽ സിസ്റ്റർ സെല്ലിൻ്റെ ജീവിതം ഏറ്റവും അടുത്തറിഞ്ഞ ആളാണ്. സിസ്റ്ററിനെ ഏറ്റവും സ്വാധീനിച്ച ഘടകം എന്താണ്? കുട്ടിക്കാലം തുടങ്ങി ഒരു ദൈവോന്മുഖമായ ഒരു മനോഭാവമായിരുന്നു സിസ്റ്റർ സെല്ലിനുണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പ്രഭാത സമർപ്പണത്തോടെയാണ്. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തുടങ്ങി വീണ്ടും ഉറങ്ങാൻ പോയി അടുത്ത ദൈവത്തിന് സമർപ്പിക്കുന്നത് വരെ എല്ലാം ഒരു പ്രഭാത സമർപ്പണത്തിൽ
ദൈവത്തിനായി ചെയ്തിരുന്നു. എന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യമാണ്, സ്കൂളിലേക്ക് പോകാൻ ഇന്നത്തെ പോലത്തെ ബാഗൊന്നുമില്ല. ഇത് കയ്യിലൊരു പുസ്തകം മുഴുവൻ അടുക്കി ഒരു ഭാണ്ഡം പോലെ പിടിച്ച് മറ്റേ കയ്യിൽ ചോറ്റുപാത്രമൊക്കെ പിടിച്ച് ഇങ്ങനെ നല്ല ഭാരമുണ്ട്. അപ്പോൾ എന്ത് പറയുമെന്നറിയോ, നോമ്പ് കാലത്തൊക്കെ കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈശോ കുരിശിലേക്ക് ചുമന്നുകൊണ്ട് ആ മലയിലേക്ക് പോയില്ലേ, അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അപ്പം നമ്മൾ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയാൽ നമുക്ക് കുടുംബാംഗങ്ങളെയൊക്കെ സഹായിക്കാൻ പറ്റിയല്ലേ. അപ്പം നമ്മുടെ ഈ പുസ്തകങ്ങളും ഇതും ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഈശോ കാഗുൽത്തായിലേക്ക് പോയ ഓരോ ചുവടുമായിട്ട് അങ്ങ് യോജിപ്പിക്കുക. അപ്പം നമുക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടുകയല്ലേ. അങ്ങനെ ഒരു പെൺകുട്ടി വിദ്യാർത്ഥിയായിരുന്ന കാലം തുടങ്ങി ഈശോയെ സന്തോഷിപ്പിക്കണം, ഈശോയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യണം എന്നൊരു സ്വഭാവമായിരുന്നു. സിസ്റ്റർ സെലിൻ വളരെ ചെറുപ്പം മുതലേ ദൈവോന്മുഖമായി ജീവിച്ചിരുന്നു എന്ന് സിസ്റ്റർ പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഇവരുടെ ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃതം എന്തായിരിക്കും? ഇവരെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാം വിദ്യാർത്ഥികളാണ് അല്ലേ. അപ്പോൾ സിസ്റ്റർ സെലിൻ എന്ന വിദ്യാർത്ഥിനി ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടെ? അതായത് നമുക്ക് തന്നെ ചില വിഷയങ്ങൾ എളുപ്പവും ചില വിഷയങ്ങൾ ബുദ്ധിമുട്ടുമാവാം. പക്ഷെ അതേ നമ്മുടെ ക്ലാസ്സിൽ നമ്മളെക്കാളും പല വിഷയങ്ങളും അറിയില്ലാത്ത കുട്ടികളുണ്ട്. അവരെ നമുക്കൊന്ന് സഹായിച്ചുകൂടെ? ഈ ബുദ്ധിയും കഴിവുമൊക്കെ മക്കളെ ദൈവത്തിൻ്റെ ദാനമല്ലേ, അത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അതാണ് സെലീൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വിദ്യാർത്ഥിനിയായ സെലീനിൽ നിന്നും നമുക്ക് പ്രത്യേകമായി പഠിക്കാവുന്നത്. സിസ്റ്ററെ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. ഓക്കെ മക്കളെ, താങ്ക്സ്. ഇതാണ് നമ്മുടെ സിസ്റ്റർ സെല്ലിൻ്റെ കബറിടം. അപ്പം 1957 ജൂൺ 20 പ്രഥമ വ്രതവാഗ്ദാനം. അപ്പം അന്ന് നൊവിഷേറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും റോമിൽ നിന്ന് സിസ്റ്ററിന് അനുവാദം കിട്ടിയിട്ടില്ലായിരുന്നു വ്രതവാഗ്ദാനം എടുക്കാനുള്ള. പക്ഷെ പിതാവ് പറഞ്ഞു, കാരണം പിതാവ് ശരിക്കും സിസ്റ്ററിലുള്ള ആധ്യാത്മികത ശരിക്കും തിരിച്ചറിഞ്ഞിരുന്നു, പത്രോണി പിതാവ്. അപ്പോൾ പിതാവിൻ്റെ അനുമതിയോടെ അന്ന് പ്രഥമ വ്രത വാഗ്ദാനം കഴിഞ്ഞു. അപ്പം നേരത്തെ ഈശോ ഒരു സന്ദേശം കൊടുത്തിരുന്നു, വ്രത വാഗ്ദാന ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ ഈശോ ദർശനത്തിൽ വന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ കൊടുക്കുന്നത്. അന്ന് അപ്പം ഈ പിതാവിനും ഈ മദർ സ്റ്റെഫാനിയയ്ക്കും അറിയാം ഇങ്ങനൊരു ദർശനം ഉണ്ടാവും, ഈശോ എന്തോ സന്ദേശം കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അത് എപ്രകാരം ആയിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഇവർക്കുണ്ട്, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവർ ആ ഒരു പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞ് സിസ്റ്റർ വന്ന് ഈ ദർശനം ഉണ്ടാകുന്ന സമയത്ത് സിസ്റ്റർ ഇങ്ങനെ ആയിരിക്കും, കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ എവിടെയോ നോക്കി നിൽക്കുന്ന ആ ഒരു രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് സിസ്റ്ററിൻ്റെ മുഖഭാവം മാറും, കേൾക്കുന്നതും മറുപടി പറയുന്നതും പോലെ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈശോ വന്നിട്ട് പറഞ്ഞു, ഇനി നീ അധിക നാൾ ഭൂമിയിലുണ്ടാകില്ല, ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് ഏറെ വൈകാതെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പം അത് വാഗ്ദാനമൊക്കെ കഴിഞ്ഞിട്ട് മദറിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഈശോ സന്ദേശം തന്നിരിക്കുന്നത്. അപ്പം മുതൽ സിസ്റ്റർ ഇങ്ങനെ എപ്പോഴായിരിക്കും സിസ്റ്ററിൻ്റെ മരണം എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ആകാംക്ഷ മദറിനുണ്ടായിരുന്നു. ശരിക്കും മരണം നടക്കുന്നത് ജൂലൈ 25 അപ്പം അന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ സിസ്റ്റർ സെല്ലിൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിരുന്നു. അന്ന് നമുക്കറിയാം ജൂൺ ജൂലൈ മാസം ഭയങ്കര മഴയാണ്. അപ്പം മദർ തിരിച്ചെത്തി 25-ാം തീയതി ഇങ്ങനെ സ്കൂളിൽ പോകാനൊരുങ്ങും. പറയും, കുഞ്ഞെ നിനക്ക് നല്ല ചുമയും ജലദോഷമൊക്കെ ഇല്ല, ഇന്ന് സ്കൂളിൽ പോകണ്ട. അപ്പോൾ പറയാം, അമ്മേ ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളെല്ലാം മഴയത്ത് ഓടി കളിക്കും, പിന്നെ അവർക്ക് വല്ല അസുഖമാവും, ഞാൻ ഏതായാലും പോവാമെന്ന് പറഞ്ഞു. വെച്ചാൽ അത്രയും വയ്യായികയുടെ സമയത്ത് പോലും പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള ഒരു വാത്സല്യവും സ്നേഹവും സിസ്റ്റർ സെല്ലിൻ കാണിച്ചിരുന്നു. അങ്ങനെ പോയി തിരിച്ചു വന്ന് ഇതേ കണക്ക് പെട്ടെന്ന് വയ്യാണ്ടായി കട്ടിലിരിക്കുന്ന കിടന്ന സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കും. അപ്പം മദറിന് മനസ്സിലാവും ഇങ്ങനെ എന്തോ ദർശനം വരാൻ പോകുന്നു, ഈശോയായിട്ടുള്ള സംഭാഷണം നടക്കാൻ പോവാണ്. അങ്ങനെ സിസ്റ്റർ സെല്ലിൻ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ആ കണ്ണുകൾ ഉറപ്പിച്ചു. അപ്പോൾ പറയുന്ന ഈശോയാ, ശരി ഈശോ, അങ്ങനെ മറുപടി പറയുന്ന പോലെ ഇങ്ങനെ കേട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് മദറിൻ്റെ അടുത്ത് പെട്ടെന്ന് മദർ പറഞ്ഞു, നമുക്ക് പിന്നെ സംസാരിക്കുന്നേ ഇല്ല. അങ്ങനെ പെട്ടെന്ന് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ സിസ്റ്ററിനെ കൊണ്ടുപോകുന്നു. ജൂലൈ 25-ാം തീയതി സിസ്റ്റർ മരിക്കുന്നു. ഈ ചരിത്രമൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നത് മദർ ഇതെല്ലാം എഴുതുമായിരുന്നു. കാരണം ഈ സിസ്റ്റർ സെല്ലിനെ ഏറ്റവും അടുത്ത് നിന്ന് മനസ്സിലാക്കിയിരുന്ന ഒരാളാണ് മദർ സ്റ്റെഫാനിയ. അപ്പം മദർ ഇങ്ങനെ പറയുമായിരുന്നു, മിക്കപ്പോഴും മദർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അരിശപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ കിട്ടിയ ദർശനത്തെക്കുറിച്ചോ എന്തെങ്കിലും പറയാൻ ചെല്ലുമ്പം മദർ ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, മുറിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാലും പിന്നെയും ചെല്ലും.
അതിൻ്റെ ഒരു പിണക്കോ ദേഷ്യമോ അനുസരണക്കേടോ ഒന്നും കാണിക്കാൻ. അതായത് സിസ്റ്റർ സെലിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധിയെ ഏറ്റവും അടുത്തറിഞ്ഞിരുന്ന ഒരാൾ മദറായിരുന്നു. അപ്പം മദർ ഇതെല്ലാം എഴുതി അത് റോമിൽ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ചരിത്രമൊക്കെ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടിയത്. നമുക്ക് ലോകത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർക്കാം ഈ സമയം. നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ സിസ്റ്റേഴ്സ്, ആൻറ്റിമാർ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ നമുക്ക് ഈ സമയം ഓർക്കാം. കാരണം സിസ്റ്ററിൻ്റെ പീഡാസഹനവും വേദനയും എല്ലാം ഏറ്റവും കൂടുതൽ സമർപ്പിതർക്ക് വേണ്ടി കാഴ്ചവെക്കാനാണ് ഈശോ പറഞ്ഞിരുന്നത്. അപ്പോൾ സിസ്റ്റർ ജീവിച്ചിരുന്ന കാലത്ത് പറയുമായിരുന്നു, ഞാൻ ഇവിടെ എന്ന പോലെ ഞാൻ സ്വർഗത്തിൽ ഈശോയുടെ അടുത്തിരുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളും കണ്ണിലെ കണ്ണീർത്തുള്ളികളും അകലാനായി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയോട് ഏറ്റവും അടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ സമർപ്പണ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ മണവാട്ടികളായി മാറുകയാണ് അവരല്ലേ. അത്രയും ഒരു ബന്ധം ഈ സന്യാസം സ്വീകരിക്കുന്നവരും ഈശോയുമായിട്ടുണ്ടാവും. അപ്പോൾ ആ ലോകത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സും എല്ലാ സന്യാസിനികളും ഈശോയുമായിട്ട് അങ്ങനെ ഒരു ആഴമായ ബന്ധവും വലിയൊരു ജീവിത വിശുദ്ധിയും ഉണ്ടാകാനായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സക്രാരിക്കരികിലെ ഒരു കൊച്ചു കെടാവിളക്കാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒട്ടും അകലെയല്ലാതെ ഈശോയോട് ഏറ്റവും അടുത്തിരുന്ന് അവിടത്തേക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുക. ദേവദാസി സിസ്റ്റർ മരിയ സെല്ലിൻ്റെ എളിയ വാക്കുകളാണിത്. സിസ്റ്ററിൻ്റെ ജീവിതം നമുക്കും വെളിച്ചമായി തീരട്ടെ. അടുത്ത യാത്രയിൽ വീണ്ടും ഒരു ജീവിതവുമായി കണ്ടുമുട്ടുന്നത് വരെ എവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ബൈ.